ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസ് അതിലെ പേജ് 59ലെ 3ാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ഒരു രസകരമായ ചോദ്യം കൂടിയാണ്. നമുക്ക് ചോദ്യം നോക്കാം, അതിനുശേഷം ഉത്തരത്തിലേക്ക് പോവാം. ചിത്രത്തിലെ ത്രികോണത്തെ നടുവരകൾ 6 ചെറു ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. In the picture below, the medians of the triangle divide it into 6 small triangles. Prove that all 6 triangles have the same area. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ത്രികോണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ ചിത്രം വെച്ച് പറയാം. അപ്പൊ നമ്മുടെ വലിയ ത്രികോണം ABC, അതിൻ്റെ 3 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ DEF ആണ്. അപ്പൊ നമുക്ക് AD, BE, CF ഈ 3 എണ്ണവും മൂലകളിൽ നിന്നും മധ്യബിന്ദുവിലേക്ക് വരച്ച വരകളാണ്. അതുകൊണ്ട് ഇവ നടുവരകളാണ്. 3 നടുവരകളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് നമ്മൾ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻ ട്രയാങ്കിൾ ABC, DEF are midpoints, AD, BE, CF are medians. The intersection of medians is denoted by G. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിനെ നടുവരകൾ 6 ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. Medians divided this triangle into 6 small triangles. 2 മഞ്ഞ, 2 നീല, 2 പച്ച. ഈ 6 ത്രികോണങ്ങളുടെയും പരപ്പളവ്, ഏരിയ തുല്യം, ഈക്വൽ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് വ്യക്തമായി എഴുതാം. വലിയ ത്രികോണത്തെ ABC എന്നും അതിൻ്റെ നടുവരകൾ കൂട്ടിമുട്ടുന്ന മധ്യമ കേന്ദ്രത്തെ G എന്നും കരുതുക. വശങ്ങളുടെ മധ്യബിന്ദുക്കൾ D, E, F ആണ്. Let the large triangle be ABC and its centroid where the medians intersect be G. Let the midpoints of the sides be D, E, F. ഇനി 6 ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന തത്വം ഇതാണ്. ഒരു ത്രികോണത്തിന്റെ നടുവര, ഇപ്പോ AD എന്ന നടുവര ത്രികോണത്തെ തുല്യ പരപ്പളവുള്ള 2 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു എന്ന തത്വം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. ത്രികോണം ABCയിലെ ഒരു നടുവരയാണല്ലോ AD. അത് ഈ ത്രികോണത്തെ ABD, ACD എന്നീ 2 തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. We use the principle that a median of a triangle divides it into 2 triangles of equal area. ഒരു ത്രികോണത്തിന്റെ നടുവര അതിനെ തുല്യ പരപ്പളവുള്ള 2 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. ഈ തത്വം ശരിയാണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക്
സ്റ്റെപ്പ് 1 നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ത്രികോണം എ ബി സിയിലെ എ ഡി എന്ന നടുവര അതിനെ 2 തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളായി ഭാഗിക്കുന്നു എന്ന് തെളിയിക്കാം. ഓക്കെ, അതിനുവേണ്ടി നോക്കൂ, ചിത്രത്തിലെ വലിയ ത്രികോണം എ ബി സിയുടെ നടുവരയാണല്ലോ എ ഡി. ഇത് വലിയ ത്രികോണത്തെ 2 ചെറിയ ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. അതായത് എ ബി ഡി എന്നും എ ഡി സി എന്നും ഭാഗിക്കുന്നു. ഇവയുടെ പരപ്പളവുകൾ തുല്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാം. അപ്പോൾ കൺസിഡർ the large triangle ABC and its median AD. The median divides this triangle into 2 small triangles ABD and ADC. The areas of these triangles are equal due to the following reasons. താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ ഏരിയാസ് തുല്യമാണ്. അപ്പോ എ ബി ഡിയും എ ഡി സിയും ഇതില് നമ്മുടെ പാദം, അതായത് ബേസ് എന്താണ്? ബി ഡി ആണ്, മറ്റേത് ഡി സി ആണ്. ഇത് തുല്യമാണല്ലോ, കാരണം ഡി മധ്യബിന്ദു ആയതുകൊണ്ട്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഡി, അതുകൊണ്ട് ബി ഡി സമം ബി സി. അപ്പോൾ 2 ത്രികോണങ്ങളുടെയും പാദങ്ങൾ തുല്യമാണ്. പാദങ്ങളുടെ നീളം തുല്യമാണ്. ഈക്വൽ ബേസസ്, ബി ഡി ഈക്വൽ ടു ഡി സി. ഇനി 2 ത്രികോണങ്ങളുടെയും മുകളിലെ മൂല എ തന്നെയാണ്. In both triangles, the top corner is same, that is A. അതുകൊണ്ട് എയിൽ നിന്നും ബി ഡിയിലേക്ക് ഉള്ള ഉയരം എയിൽ നിന്നും ഡി സിയിലേക്കുള്ള ഉയരവും തുല്യമായിരിക്കുമല്ലോ. The top vertex is common for both triangles. So, the altitude or the height is same for both triangles. ഉയരം ഒന്ന് തന്നെയാണ്, സെയിം ഹൈറ്റ്. അത് നമുക്ക് h എന്ന് എഴുതാം. 2 ചെറിയ ത്രികോണങ്ങളുടെയും മുകളിലെ മൂല a തന്നെയാണ്. അതുകൊണ്ട് മൂല എയിൽ നിന്നും താഴത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബമായ ഉയരം h 2 ത്രികോണങ്ങൾക്കും പൊതുവായ ഒന്നാണ്. ഓക്കെ, the vertex A is the top corner of both triangles. So, the perpendicular drawn from A to side BC is same for both triangles, that is H. ഇനി നമുക്ക് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ അറിയാമല്ലോ. ആ പരപ്പളവുകൾ ഒന്ന് താരതമ്യം ചെയ്താലോ. Comparing or compare the areas of both triangles. അപ്പോൾ പരപ്പളവ് ഒത്തുനോക്കുമ്പോൾ ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് അര ഇൻറ്റു ബേസ് ബി ഡി ഇൻറ്റു ഹൈറ്റ് h.
ത്രികോണം എ ഡി സിയുടെ പരപ്പളവ്, ഏരിയ എന്ന് പറയുമ്പോൾ അര ഇൻറ്റു പാദം ഡി സി ഇൻറ്റു ഉയരം എച്ച്. ഇവിടെ ബി ഡിയും ഡി സിയും തുല്യമാണല്ലോ. അപ്പോൾ അര തുല്യമാണ്, ബി ഡിയും ഡി സിയും തുല്യമാണ്, എച്ചും തുല്യമാണ്. അതായത് രണ്ട് പേരുടെയും പരപ്പളവുകൾ തുല്യമാണ്. That is, area of triangle ABD and triangle ADC are equal. Okay. ഒരു മിനിറ്റ്. ഓക്കെ. ഇവിടെ ബി ഡി സമം ഡി സി ആയതുകൊണ്ട് രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ പരസ്പരം പൂർണ്ണമായും തുല്യമായിരിക്കും. ഓക്കെ. അതായത് ഒരു ത്രികോണത്തിന്റെ നടുവര അതിനെ തുല്യ പരപ്പളവുള്ള രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. A median of a triangle divides the triangle into two triangles of equal area. ഈ തത്വം, അതായത് പ്രിൻസിപ്പിള് ഓർത്തു വെക്കുക. ഇത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ആവശ്യം വരും. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ജി ബി സി എന്ന ത്രികോണം നോക്കുക. അതിൽ ഡി മധ്യബിന്ദുവാണ്. അതുകൊണ്ട് ജി ഡി ഒരു നടുവരയാണ്. ഇനി നടുവര ജി ബി ഡി, ജി സി ഡി എന്നീ രണ്ട് തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളാക്കി മാറ്റുന്നു. മനസ്സിലായില്ലേ? അത് നമുക്ക് എഴുതാം. ത്രികോണം ജി ബി സിയിൽ ജി ഡി എന്നത് ഒരു നടുവരയാണ്. കാരണം ഡി എന്നത് ബി സിയുടെ മധ്യബിന്ദുവാണ്. അതിനാൽ ത്രികോണം ജി ബി ഡി, ത്രികോണം ജി സി ഡി ഇവയുടെ പരപ്പളവ് തുല്യമായിരിക്കും. ഇത് എക്സ് ആണെന്ന് കരുതുക. In triangle GBC, GD is a median since D is the midpoint of BC. Therefore, the areas of triangle GBD and triangle GCD will be equal. Let this be X. Okay. എളുപ്പല്ലേ? ഇനി സ്റ്റെപ്പ് 3ൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇതേപോലെ തന്നെ പച്ച ത്രികോണങ്ങൾ വരുന്ന, പച്ച ഭാഗം വരുന്ന വലിയ ത്രികോണം നോക്കൂ. ജി സി എ. അതിൽ ജി ഇ നടുവരയാണ്. അപ്പോൾ ജി സി ഇ, ജി എ ഇ ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. സ്റ്റെപ്പ് 3, ഇതേപോലെ ത്രികോണം ജി സി എയിൽ ജി ഇ എന്നത് ഒരു നടുവരയാണ്. കാരണം ഇ എന്നത് എ സിയുടെ മധ്യബിന്ദുവാണ്. അതിനാൽ ത്രികോണം ജി സി ഇ, ത്രികോണം ജി എ ഇ ഇവയുടെ പരപ്പളവ് തുല്യമായിരിക്കും. ഇത് y എന്ന് കരുതുക. Similarly, in triangle GCA, GE is a median since E is the midpoint of AC. Therefore, the areas of triangle GCE and triangle GAE will be equal.
ലെറ്റ് ഇറ്റ് ബി y. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇവിടെ GBA അല്ലെങ്കിൽ GAB, ഈ ത്രികോണത്തിൽ GF നടുവരയാണ്. അതുകൊണ്ട് ത്രികോണം GAF, ത്രികോണം GBF ഇവയുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. ഇതേപോലെ ത്രികോണം GABയിൽ GF എന്നത് ഒരു നടുവരയാണ്. കാരണം F എന്നത് ABയുടെ മധ്യബിന്ദുവാണ്. അതിനാൽ ത്രികോണം GAF, ത്രികോണം GBF ഇവയുടെ പരപ്പളവ് തുല്യമായിരിക്കും. ഇത് Z എന്ന് കരുതുക. Similarly, in triangle GAB, GF is a median since F is the midpoint of AB. Therefore, the areas of triangle GAF and triangle GBF will be equal. Let this be Z. അപ്പോൾ ആ നടുവരയുടെ ആ പ്രിൻസിപ്പിൾ, നടുവരയുടെ തത്വം വെച്ച് നമ്മൾ എന്തായി ഇവിടെ എങ്ങനെ 3 സ്റ്റെപ്പ് ഉപയോഗിച്ചു. 3 സ്റ്റെപ്പിൽ നമ്മൾ 2 നീല ത്രികോണങ്ങൾ തുല്യമാണ്, 2 പച്ച ത്രികോണങ്ങൾ തുല്യമാണ്, 2 നീല ത്രികോണങ്ങൾ തുല്യമാണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ചിത്രത്തിൽ അത് മാർക്ക് ചെയ്യാം. ഇവരുടെ 2 പേരുടെയും പരപ്പളവ് ഏരിയ X, ഇതിൻ്റെത് Y, ഇവരുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ Z. ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ നേരത്തെ ചെയ്ത കാര്യം AD എന്ന നടുവര ഉപയോഗിച്ച് വലിയ ത്രികോണത്തെ 2 ഭാഗങ്ങളാക്കുന്നു. അപ്പൊ ഇവിടുത്തെ പരപ്പളവ് എന്താണ്? ഇടതുവശത്തെ പരപ്പളവ് Z plus Z plus X ആണ്. വലതുവശത്തെ പരപ്പളവ് Y plus Y plus X ആണ്. ഇത് തുല്യമായിരിക്കണമല്ലോ. അപ്പൊ നമുക്ക് X ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2Z സമം 2Y എന്ന് കിട്ടും. അതായത് Z സമം Y എന്ന് കിട്ടും. Z Y എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ ത്രികോണത്തിന്റെ പരപ്പളവ് പച്ചയ്ക്ക് തുല്യമാണ്. അതായത് ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ ഈസ് സെയിം ആസ് ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ. ഓക്കെ, ആ സ്റ്റെപ്പ് എഴുതി നോക്കിയാ. ഇനി വലിയ ത്രികോണത്തിന്റെ പ്രധാന നടുവരയായ AD പരിഗണിക്കുക. Now consider the main median AD of the large triangle. ഇത് വലിയ ത്രികോണത്തെ 2 തുല്യ പരപ്പളവുള്ള 2 വലിയ ഭാഗങ്ങളാക്കുന്നു. It divides the large triangle into 2 halves of equal area. അതായത് ഇടതുഭാഗത്തുള്ള ത്രികോണം ABDയിലുള്ള പരപ്പളവും വലതുഭാഗത്തുള്ള ത്രികോണം ACDയിലുള്ള പരപ്പളവും തുല്യമായിരിക്കും. That means the area of triangle ABD on the left is equal to the area of the triangle ACD on the
റൈറ്റ്. ഇനി വലിയ ത്രികോണത്തിന്റെ ഇടതുഭാഗത്തുള്ള ത്രികോണം ABDയിൽ അടങ്ങിയിരിക്കുന്ന ചെറുകോണുകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ z പ്ലസ് z പ്ലസ് എക്സ് എന്ന് ലഭിക്കും. The sum of the areas of small triangles in the left part, triangle ABD, is z plus x. അതുപോലെ similarly വലതുഭാഗത്തുള്ള ത്രികോണം ACDയിൽ അടങ്ങിയിരിക്കുന്ന ചെറുകോണുകൾ അല്ലെങ്കിൽ ത്രികോണമാവാം. ഓക്കെ, ഇവിടെ AEG, അതുപോലെ EGC, GCD കോണുകളായിട്ടും ത്രികോണമായിട്ടും നമുക്ക് പറയാം. അതുപോലെ വലതുഭാഗത്തുള്ള ത്രികോണം ACDയിൽ അടങ്ങിയിരിക്കുന്ന ചെറു ത്രികോണങ്ങൾ അല്ലെങ്കിൽ കോണുകൾ, അവയുടെ പരപ്പളവുകൾ കൂട്ടിയാൽ y plus x എന്ന് കിട്ടും. Similarly, the sum in the right part, triangle ACD, is y plus x. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവയെ പരസ്പരം തുലനം ചെയ്യുകയാണ്. താരതമ്യം ചെയ്യുമ്പോൾ, ഇവയെ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് വശത്തു നിന്നും x വെട്ടിപ്പോവുകയും അതിൽ നിന്നും z സമം y എന്ന് തെളിയുകയും ചെയ്യുന്നു. Equating these two, x can be cancelled out from both sides, proving that z equal to y. ക്ലിയർ ആയല്ലോ? അപ്പോൾ മഞ്ഞ ത്രികോണവും പച്ച ത്രികോണവും പരപ്പളവുകൾ ഏരിയ തുല്യമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ വലിയ ത്രികോണം ABCയിലെ പ്രധാന നടുവരയാണല്ലോ BE. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് നമുക്ക് താഴെ എന്ന് പറയാം, ഇത് മുകളിൽ. താഴത്തെ ത്രികോണം BCEയുടെ പരപ്പളവ് ഏരിയ BAEയുടെ പരപ്പളവിന് തുല്യമായിരിക്കും. അതായത് x plus y z plus yക്ക് തുല്യമായിരിക്കും. അപ്പോൾ y എന്തായി? ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 2x 2z തുല്യമാണ്, അതായത് x z തുല്യമാണ്. അപ്പൊ നമുക്ക് മഞ്ഞയും നീലയും തുല്യമാണെന്ന് കിട്ടും. അപ്പൊ ആദ്യം മഞ്ഞയും പച്ചയും തുല്യമാണെന്ന് കാണിച്ചു. ഇപ്പൊ നമ്മൾ മഞ്ഞയും നീലയും തുല്യമാണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ മഞ്ഞയും നീലയും പച്ചയും തുല്യമാണെന്ന് കിട്ടും. ഈ കാര്യങ്ങളാണ് ഇനി സ്റ്റെപ്പായിട്ട് എഴുതാൻ പോകുന്നത്. ഇതുപോലെ അടുത്ത പ്രധാന നടുവര BE പരിഗണിച്ചാൽ താഴെയുള്ള ത്രികോണം BCയിൽ അടങ്ങിയിരിക്കുന്ന ചെറുകോണുകളുടെ പരപ്പളവുകൾ കൂട്ടിയാൽ x plus y എന്ന് കിട്ടും. അതുപോലെ മുകളിലുള്ള ത്രികോണം BAE അതിലടങ്ങിയിരിക്കുന്ന ചെറു ത്രികോണങ്ങൾ കൂട്ടിയാൽ z plus y എന്ന് കിട്ടും. ഇവ പരസ്പരം താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് വശത്തു നിന്നും y ക്യാൻസൽ ആയി പോവും. കാരണം ഇതിലൊരു y ഉണ്ട്, ഇതിലൊരു y ക്യാൻസൽ ആയി പോവും. അതിൽ നിന്നും x സമം z എന്ന് തെളിയുകയും ചെയ്യും.
Similarly, considering the next main median BE, the sum of the areas of small triangles in the lower part, triangle BCE, is x plus y. The sum in upper part, triangle BAE, is z plus y. Equating these two, y cancel out from both sides, proving that x equal to z. അപ്പൊ നമുക്ക് ആറാമത്തെയും ഏഴാമത്തെയും സ്റ്റെപ്പിൽ നിന്നും എന്തെഴുതാം? ഈ രണ്ട് നിഗമനങ്ങളിൽ നിന്നും, അതായത് z സമം y എന്നും x സമം z എന്നും കണ്ടെത്തിയതിൽ നിന്നും മൂന്ന് വിലകളും പരസ്പരം തുല്യമാണെന്ന് വ്യക്തമാകുന്നു. x സമം y സമം z. From step 6 and 7, the two conclusions, finding that z equal to y and x equal to z, it becomes clear that all three values are equal to each other. X equal to y equal to z. അപ്പോൾ കൺക്ലൂഷൻ, നിഗമനം എന്താണ്? അതുകൊണ്ട് ഈ 6 ചെറിയ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവ് തന്നെയാണെന്ന് തെളിയുന്നു. Therefore, it is completely proved that all these 6 small triangles have the same exact area. Okay. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തത്വം, അതായത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ നടുവര ത്രികോണത്തെ രണ്ട് തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളാക്കി മാറ്റുന്നു. The median of a triangle divides the triangle into two triangles of equal areas. ഈ തത്വം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ തത്വം മാത്രം ഓർത്തു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി. അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.